നാടകാചാര്യൻ ഒ മാധവൻ്റെ ജന്മശതാബ്ദി വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകുകയാണ്. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകമായ അച്ഛൻ ഇന്ന് വേദിയിലെത്തുകയാണ്. ഇന്ന് മക്കളെല്ലാവരും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വിജയകുമാരിയുണ്ട്. എല്ലാവരും ഇന്ന് എത്തുന്നു. അച്ഛൻ്റെ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകം വരുന്നു. ഒപ്പം മകനും നടനും MLA-യുമായ മുകേഷ് നമ്മോടൊപ്പം ചേരും. സാർ, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പരിപാടികൾ? അല്ല, ഇന്ന് 100 കൊല്ലം മുമ്പാണ് അച്ഛൻ ജനിച്ചത്. അച്ഛൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും ഒരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു ഭാഗ്യം എന്ന് നമ്മൾ കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയമായിരുന്നു. അച്ഛൻ അന്ന് SFI അല്ല, SF ആണ്, സ്റ്റുഡൻസ് ഫെഡറേഷൻ മാത്രമേ. അതിൻ്റെ കേരളത്തിൻ്റെ കേരള സെക്രട്ടറി ആയിരുന്നു. അപ്പം പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെക്കാളും സീനിയറാണ് അച്ഛൻ ആ കാര്യത്തിൽ, രാഷ്ട്രീയത്തിൽ. പിന്നീട് വളരെ അവിചാരിതമായിട്ട് അദ്ദേഹം KPSCയുടെ ഒരു നടനായി മാറി. എവിടെയോ ഉറങ്ങിക്കിടന്നിരുന്ന ഒരു നടന വൈഭവം വളരെ സാഹസികമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകത ഒരു സാഹചര്യത്തിൽ നാടകം നിന്ന് മുടങ്ങിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ അഭിനയിക്കാം എന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചപ്പോഴാണ് ശരിക്കും ഒരു വലിയ കലാകാരൻ, ഒരു നടനുണ്ടെന്നുള്ളത് എല്ലാവർക്കും അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്. പിന്നെ KPSCയുടെ നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി, ആദ്യം എൻ്റെ മകനാണ് ശരിയിൽ നിന്നാണ് തുടങ്ങിയത്. നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി സർവേക്കല്ല്, മുടിയനായ പുത്രനിൽ നായകനായി. പിന്നീട് കാളിദാസ കലാകേന്ദ്രം ആരംഭിച്ചു. ശ്രീ ONV കുറുപ്പും ദേവരായ മാസ്റ്റർ അച്ഛനും കൂടെ ചേർന്നിട്ടാണ് ആ ഒരു മൂവർ സംഘമാണ് അത് തുടങ്ങിയത്. അതും ഗംഭീരമായിരുന്നു. അതെല്ലാം ഒരു യാത്രയാണ്. അപ്പോൾ രാഷ്ട്രീയം വിട്ടില്ല. 16-17 കൊല്ലം അദ്ദേഹം വടക്കേവിള പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. സജീവമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, നടനുമായിരുന്നു. അപ്പം പല സന്ദർഭങ്ങളിലും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകണം എന്ന് പലരും പറഞ്ഞെങ്കിലും ഈ നാടക ട്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 20 കുടുംബം അല്ലെങ്കിൽ 22 കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായിരുന്നു. അദ്ദേഹം സിനിമയിൽ പോയപ്പോഴും ഡോക്ടർ സിനിമയിലൊക്കെ ചെന്നൈയിലായിരുന്നു അന്ന്, മദ്രാസിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങിയിട്ട് ആൾക്കാരെല്ലാം വെയിറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഇവിടെയായിരുന്നു. വേണമെങ്കിൽ ആ സമയത്ത് സിനിമയിൽ നിന്നിരുന്നെങ്കിൽ വേറൊരു ഗ്രാഫിൽ, വേറൊരു രീതിയിൽ അദ്ദേഹം ഒരു ജീവിതം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും എല്ലാം അടുത്ത് കൂടെ നിൽക്കുന്നവരുടെയൊക്കെ അതൊക്കെ ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ സംശുദ്ധതയും നിഷ്കളങ്കതയുമാണ്. അങ്ങനെ എല്ലാവരും പറഞ്ഞു, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി സിനിമയിൽ കിട്ടിയിട്ടത് കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോകണോ എന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അതൊക്കെ കേൾക്കാതെ ഇവിടെ വന്നു സജീവമായിട്ട് ട്രൂപ്പ് തുടങ്ങി. എല്ലാ കൊല്ലവും ഇതുവരെ മുടങ്ങാത്ത 2 ട്രൂപ്പുകൾ മാത്രമാണുള്ളത്. ഒന്ന് KPSCയും ഒന്ന് കാളിദാസ കലാകേന്ദ്രം. ബാക്കിയെല്ലാം വന്നു പോയി നിന്നു, പുതിയത് വരുന്നു. അതിന് ശേഷവും 2000-ൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചു. ശരത് എന്ന് പറഞ്ഞ ഡയറക്ടർ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ തീരെ നിവൃത്തിയില്ല, പിന്നെ നിങ്ങളുടെ ഒരു സെറ്റപ്പിലൊന്ന് എന്നെ അഭിനയിക്കാൻ എനിക്ക് ആ ഒരു ടച്ചൊക്കെ വിട്ടെന്ന് പറഞ്ഞില്ല. ഇത് EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു കഥാപാത്രമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫിയാണ്, ബയോപ്പിക്കാണ്. അപ്പോൾ നിർബന്ധിച്ച് പോയിട്ട് അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പോൾ അപ്പോഴും അദ്ദേഹം സിനിമാ നടൻ, സിനിമയിൽ എങ്ങനെ അഭിനയിക്കണം, അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്നൊക്കെ അറിഞ്ഞിരുന്ന ഒരാളാണ്. അപ്പം മരിക്കുന്നത് വരെ നാടക ട്രൂപ്പ് കൊണ്ടുപോവുക, രാഷ്ട്രീയം, സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുക, അങ്ങനെ ഒരു കാലഘട്ടം ഇതെല്ലാം വളരെ വിജയകരമായിട്ട് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ഇന്ന് അച്ഛൻ എന്ന നാടകമാണ് വളരെ അവിചാരിതമായിട്ടാണ് ഇത് മനഃപൂർവ്വം അച്ഛൻ്റെ 100ാം ജന്മവാർഷികത്തിൽ ഒരു അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് അങ്ങനെയല്ല, നാടകം വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു നാടകമാണ് വന്നത്. പക്ഷേ അതൊരു കോയിൻസിഡൻസായി. അപ്പോൾ ഈ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന ഈ ഒരു വർഷം നാടകത്തിന് ഈ നാടക ക്യാമ്പുകളോ ആദരിക്കലോ, പ്രധാനപ്പെട്ട പഴയ ആൾക്കാരെ എല്ലാവരെയും പല സന്ദർഭങ്ങളിലും ആദരിക്കാം എന്നൊക്കെയുള്ള ഒരുപാട് തീരുമാനങ്ങളുണ്ട്. അത് കുറേശ്ശെ പ്രാവർത്തികമാക്കും. അങ്ങയുടെ മാതാവാണെങ്കിലും ശരി, സഹോദരിയാണെങ്കിലും ശരി, സഹോദരി ഭർത്താവാണെങ്കിലും ശരി, അങ്ങാണെങ്കിലും ശരി, നാടകം വിടാതെ നാടകത്തിൻ്റെ തട്ടിൽ നിന്ന് ഇപ്പോഴും നാടകം അവതരിപ്പിക്കുന്ന ആളുകളാണ്. ശരിക്കും അതൊരു കേരളത്തിൽ നാടകാചാര്യൻ്റെ മകൻ ആ പിന്തുടർച്ച തന്നെയാണോ, അല്ലെങ്കിൽ നാടകത്തോടുള്ള ഇഷ്ടം ഇപ്പോൾ അങ്ങ് മക്കൾക്ക്? നാടകം പണ്ട് ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടവും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടൊരു ബിസിനസ് തുടങ്ങണം, എന്ത് തുടങ്ങും എന്ന് ചോദിക്കുമ്പോൾ നല്ല ശരിയായൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ
ഒരു നാടക ട്രൂപ്പ് തുടങ്ങും, വൻ ലാഭമാണ്. കാര്യം അങ്ങനെ ഒരു സുവർണ്ണകാലം നാടകത്തിനുണ്ടായിരുന്നു. പക്ഷേ ആ സുവർണ്ണകാലം മാറിയിട്ട് ഇപ്പോൾ പാഷനുള്ളവർ മാത്രമാണ്. ഇതിനകത്തുനിന്ന് അങ്ങ് വലിയ സമ്പാദ്യം ഉണ്ടാക്കാമെന്നോ സാമ്പത്തികമായി മുന്നോട്ട് പോകാമെന്നോ ഒന്നും ആരും ധരിക്കേണ്ട. പക്ഷേ ഇതിനകത്ത് നിൽക്കുന്ന എല്ലാവരും തന്നെ നാടകം അല്ലെങ്കിൽ ജീവിതമില്ല. അപ്പോൾ ആ കൂട്ടത്തിൽ പെടുന്ന ആളാണ് ഞാൻ സജീവമായിട്ട് സിനിമയിൽ നിൽക്കുമ്പോൾ ഞാനും മോഹൻലാലും കൂടെ ചേർന്നിട്ടാണ് ഛായാമുഖി എടുത്തത്. അന്ന് രണ്ടുപേരെടുത്തും പലരും ചോദിച്ചു ഇതിൻ്റെ ആവശ്യം എന്താണ്. എല്ലാവരും ആദ്യം ചെറിയ രീതിയിൽ മിമിക്രി, അതല്ലെങ്കിൽ സീരിയൽ, നാടകമൊക്കെ വരുന്നത് അൾട്ടിമേറ്റ്ലി സിനിമയിൽ വരാനാണ്. നിങ്ങൾ രണ്ടുപേരും സിനിമയിൽ ഇത്രയും സജീവമായിട്ട് നിൽക്കുമ്പോൾ എന്തിന് തിരിച്ചു പോകുന്നു എന്ന് പറഞ്ഞൊരു മറുപടിയേ ഉള്ളൂ. നാടകം ഒരു പാഷനാണ്. നാടകത്തിൽ അഭിനയിച്ച് ആ ടൈമിൽ ലൈവായിട്ട് കിട്ടുന്ന ഒരു വലിയ ഒരു ഇൻസ്പിറേഷൻ സിനിമയ്ക്ക് കിട്ടത്തില്ല. ഈ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിലാണെങ്കിലും ദേശീയ അവാർഡ് പ്രഖ്യാപനത്തിലാണ് നാടക നടന്മാരും നടിമാരും ഉണ്ട്. ഇപ്പോൾ സംസ്ഥാന അവാർഡ് നേടിയ നടി, സംസ്ഥാന ദേശീയ അവാർഡ് വാങ്ങിയ സിനിമ, ഇതെല്ലാം നാടകക്കാരുടെ. അതെ, നാടകത്തിന് മരണമൊന്നുമില്ല. നാടകം ഇവർ പറയും നാടകം അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ. അൾട്ടിമേറ്റ്ലി നാടകമാണല്ലോ. ഇനി എന്താണെങ്കിലും നാടകീയമായി അവതരിപ്പിച്ചു, നാടകീയമായി ആ കായിക ആ ഫുട്ബോൾ ലാസ്റ്റ് ഗോളെന്ന് പറഞ്ഞാൽ വളരെ നാടകീയമായിരുന്നു. അപ്പം നാടകം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു വർഷം അച്ഛൻ്റെ ഓർമ്മയിൽ ഇനി എന്തൊക്കെയാണ് പരിപാടികൾ? എന്തെങ്കിലും പല പരിപാടികളും തീരുമാനിച്ചിട്ടുണ്ട്. നാടകത്തിൽ പ്രാധാന്യം നാടകത്തിൻ്റെ പ്രോത്സാഹിപ്പിക്കുവാനും വേണ്ടി എന്ത് നമുക്ക് ചെയ്യാനൊക്കും. അതെ, അവരെ ആദരിക്കലോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കലോ, പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് വർക്ക്ഷോപ്പുകൾ നടത്തുകയോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. നാടക കലാകാരന്മാർക്ക് പ്രോത്സാഹനങ്ങൾ നൽകിയാണ് ഇനിയുള്ള ഒരു വർഷം കൊണ്ടുപോകുക എന്നാണ് ഒ മാധവൻ്റെ മകൻ മുകേഷ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ഒരു വർഷം നാടകത്തിലുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ചെറിയ കലാകാരന്മാരെ പോലും പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം ഇതിൽ കൂട്ടിച്ചേർത്തു. വീഡിയോ ജേർണലിസ്റ്റ് ഷബീർ വടക്കേങ്കരിക്കൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദോസ്യ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.